പെരുമ്പാവൂരിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി മൊട്ടയടിച്ച സംഭവത്തിൽ 6 പേർ പിടിയിൽ. കണ്ടംതറ സ്വദേശികളായ സാജിദ്, ഷമീർ, അൻവർ, ഷെരീഫ്, മില്ലുംപടി സ്വദേശി മാഹിൻകുട്ടി, പള്ളിപ്പടി സ്വദേശി റഫീഖ് എന്നിവരാണ് പിടിയിലായത്. ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കും. ജോയ്മോനുണ്ട് വിവരങ്ങളുമായി. ജോയ്മോൻ, ഇവർ സറണ്ടർ ആയതാണോ, പോലീസ് ഇവരെ പിടികൂടിയതാണോ? ആനന്ദ്, യുവാക്കൾ, അതായത് ഈ വാഴക്കുളം സ്വദേശികളായ 3 യുവാക്കൾ പെരുമ്പാവൂർ പോലീസ് നൽകിയ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവരെ പോലീസ് പിടികൂടുന്നത്. ഈ പ്രദേശവാസികളായ കണ്ടത്തറം സ്വദേശികളായ സാജിദ്, ഷമീർ, അൻവർ, ഷെരീഫ്, മില്ലുംപടി സ്വദേശി മാഹിൻകുട്ടി, പള്ളിപ്പടി സ്വദേശി റഫീഖ് എന്നിവരാണ് നിലവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ടായിരുന്നു ഇത്തരത്തിൽ ഈ കണ്ടന്തറ കോളനിയുടെ ഭാഗത്ത് വെച്ചത് ബായ് കോളനിക്ക് സമീപം വെച്ച് അവിചാരിതമായി ഈ 3 യുവാക്കളെ ഈ 6 പേരടങ്ങുന്ന സംഘം കാണുകയും പിന്നാലെ ഇവരെ ലഹരി വിൽപ്പനയ്ക്ക് എത്തിയതാണോ എന്ന് ചോദ്യം ചെയ്ത് മർദ്ദിക്കുകയും പിന്നാലെ തലമുണ്ടലം ചെയ്യുകയുമായിരുന്നു. ഈ സംഭവത്തിൽ വലിയ ഒരു വിഷമം തന്നെ യുവാക്കൾക്കുണ്ട്. കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്, അല്ലെങ്കിൽ സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് യുവാക്കൾ പറയുന്നത്. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവത്തിന് ശേഷം ഇന്ന് ആണ് പോലീസിൽ പരാതി ലഭിക്കുകയും പിന്നാലെ പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തത്. നിലവിൽ ഈ 6 പേരെയും നാളെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ വൈകിട്ട്, അതായത് ഈ പെരുമ്പാവൂരുള്ള സുഹൃത്തിൻ്റെ സോഡ കമ്പനിയിൽ ജോലിയുടെ ഒരു ഒഴിവുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് ഒഴിവുണ്ട് എന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ഈ 3 യുവാക്കളും ഈ വാഴക്കുളം സ്വദേശികളായ 3 പേരും പെരുമ്പാവൂർ എത്തുകയും ഈ പെരുമ്പാവൂർ എത്തിയ യുവാക്കളെയാണ് അവിചാരിതമായി ഈ സംഘം കാണുകയും പിന്നാലെ ഇവരെ ചോദ്യം ചെയ്യുകയും അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ ഈ തലമുണ്ടലം ചെയ്യൽ, മൊട്ടയടിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഇവർ ലഹരി വിൽപ്പനയ്ക്ക് എത്തി. കാരണം നമുക്കറിയാം. ശരി ജോയ്, വ്യക്തമാണ്. ആൾക്കൂട്ട ആക്രമണം നടത്തിയ 6 പേരെയും പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. ജോയ്മോനാണ് എറണാകുളത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.